എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD ഇപ്പോൾ പുതിയ ജോലിയുടെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിന്റെ കീഴിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD ആണ് ഇപ്പോൾ IT കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 7 വൈകുന്നേരം 5 മണി വരെയാണ്. PSC പരീക്ഷയൊന്നും ഇല്ലാതെയാണ് നിയമനം വരുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. തസ്തികയുടെ പേര് IT കോർഡിനേറ്റർ ആണ്. ഒരു വേക്കൻസിയാണുള്ളത്. കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത്. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രിയാണ്. ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടത്. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് IT റിലേറ്റഡ് പ്രോഗ്രാം ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ. പ്രായപരിധി 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മന്ത്ലി ശമ്പളം ലഭിക്കുന്നത് 35,000 രൂപയായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ജോലി വരുന്നത് KSRTC സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ജോലി വരുന്നത്. KSRTC സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള IT റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല. ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. സൈറ്റ് വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് cmd.kerala.gov.in ആണ്. ഈ സൈറ്റ് വഴി നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മറക്കേണ്ട അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 7 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ്സിലെ കോപ്പിയൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ താല്പര്യമുള്ളവർ സൈറ്റ് വഴി അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.